ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോഴേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അസാധ്യ ടേസ്റ്റുള്ള ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. എന്താണെന്നല്ലേ, റെഡ് ചില്ലി ഫ്ലേക്സ് ചിക്കൻ. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. അതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം ഇതിൻ്റെ കുക്കിങ്ങിലേക്ക് കിടക്കാനായിട്ട്. അപ്പോൾ ആദ്യം കുറച്ച് നമ്മളുടെ ഉണക്കമുളക് ഉണ്ടല്ലോ, അതൊന്ന് ഇങ്ങനെ തരിതിരിപ്പായിട്ട് പൊടിച്ച് വെക്കണം. അതിൻ്റെ പേരിലാണല്ലോ ഈ ഒരു റെസിപ്പി അറിയപ്പെടുന്നത് തന്നെ. ഇനി ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചെറിയ ഉരലിൽ ചതച്ചെടുക്കണം കേട്ടോ. കുറച്ച് ടേസ്റ്റ് ഒന്ന് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മിക്സി ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്താലും മതി. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി, അതൊന്ന് ഞാൻ അരിഞ്ഞും വെക്കുന്നുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴന്ന് അതിൻ്റെ റോസ്മെല്ല് പോയി കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് അതിലേക്ക് 3 പച്ചമുളക് നെടുകെ കീറിയതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. പച്ചമുളകൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് അതൊന്ന് മൂപ്പിക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തരിതരിപ്പായി പൊടിച്ച് വെച്ചിട്ടുള്ള ഉണക്കമുളകും കൂടി ചേർക്കാം. ഇനി അതൊരു 2 മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കാം കേട്ടോ. കാരണം ആ മുളകൊക്കെ ഒന്ന് ഇങ്ങനെ മൂത്ത് വരണ ആ ഒരു പരിവാവണം. ഇനി അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. മാരിനേഷന് വേണ്ടി ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെപ്പർ പൗഡർ, തൈര്, ഉപ്പ് ഇത്രയും ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ അത് 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ ഗരം മസാല, ചിക്കൻ മസാല, മല്ലിപ്പൊടി ഇതൊന്നും ചേർക്കണില്ല. ഇനി നമുക്ക് ഈ ഇതിലേക്ക് ആ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് 1 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് ചിക്കൻ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കണം. മാരിനേഷൻ സമയത്ത് വളരെ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കനൊക്കെ ഒരു പകുതി വേവായി വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്കത് തുറന്ന് വയ്ക്കാം. ഇനി തുറന്ന് വെച്ചിട്ട് വേവിച്ചാൽ മതി. എന്നിട്ട് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് അതിലേക്ക് ഇനിയും പെപ്പർ പൗഡർ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് അത്യാവശ്യം എരിവൊക്കെ ഉള്ളതാണ് കേട്ടോ. ഈ ഒരു ചില്ലി ഫ്ലേക്സ് ആയാലും പെപ്പർ പൗഡർ ആയാലും നല്ലോണം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അതിലേക്ക്. എന്നിട്ട് നന്നായി നമുക്കത് ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റായിട്ട് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. നമുക്കൊരു സ്റ്റാർട്ടറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ്. സ്റ്റാർട്ടർ മാത്രമല്ല, ഇതൊരു സൈഡ് ഡിഷായിട്ടും കഴിക്കാം. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു റെസിപ്പി. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള മലയാളത്തിലുള്ള റെസിപ്പികൾക്കായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.